സിംഗിൾ ഓണർഷിപ്പ് 18 മോഡൽ 19 രജിസ്ട്രേഷൻ ഡെൽറ്റ ഓപ്ഷനാണ് ഓപ്ഷൻ വരുന്നത്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ടർ സ്റ്റാർട്ട്, എയർബാഗ്, ABS എല്ലാം ഉണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ട്, ഡിഫോഗർ ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പുതിയ ടയേഴ്സും ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ആണ്. 1,30,000 കിലോമീറ്റർ വേണ്ടിയിട്ട് പ്രോപ്പർ കമ്പനി സർവീസ്. വി എന്ന വേരിയന്റ് വരുന്നത്. വി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫുൾ അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓണിൽ 7 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു 2017 SX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് വർണ്ണ കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. പേര് മാറണം നിർബന്ധമായി. നമ്മുടെ സ്റ്റാഫിന്റെ പേരിലേക്ക് നമ്മൾ സുഹൃത്തുക്കൾ ആരെങ്കിലും പേരിലേക്ക് തൽക്കാലം നാളെ സാധ്യത കാണുന്നുണ്ട്. ടൈം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ ഒന്ന് പെട്ടെന്ന് വിളിച്ചു വീട് കണ്ടിട്ട്. അപ്പോൾ 2014 വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കിഷോറിന്റെ അടുത്ത് ഇടയ്ക്ക് വിളിക്കാൻ ശ്രമിക്കും, അപ്പോഴേക്കും ഇവിടുത്തെ സ്റ്റോക്ക് തീർന്നു വീണ്ടും വന്നപ്പോൾ വീണ്ടും വിളിക്കുക. അങ്ങനെ രണ്ടോട്ട് മിസ്സായി പോയത്. അതെ, 2 പ്രാവശ്യം എന്നെ വിളിച്ചു. അപ്പൊ പിന്നെ പറഞ്ഞു സ്റ്റോക്ക് പോയി. അതെ അതെ, പുതിയ സ്റ്റോക്ക് കുറച്ച് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോ ബിസിനസ്? കത്തിപ്പെടുന്ന കച്ചവടം എന്നില്ലെങ്കിലും മോശമില്ലാത്ത രീതിയിലൊക്കെ അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ. ഓക്കെ, അപ്പോൾ വണ്ടൂർ കാർസിലാണ് നമ്മൾ. ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ തന്നെയാണ്, മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് വണ്ടൂർ. ഓക്കെ, വണ്ടൂർ മെയിൻ റോഡിൽ സൈഡിൽ തന്നെ അല്ലേ, റോഡ് സൈഡിൽ തന്നെ സിറ്റി പാലസ് റെസിഡൻസി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതൊരു ലാൻഡ് മാർക്കായിട്ട് പറയാം. അതെ, ബാറാണ്, ബാറേ ഉള്ളൂ. അതെ, വണ്ടൂർ ഫേമസ് ബാറാണ്. ഓക്കെ, അപ്പോൾ ആ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കിഷോറോട്ടാ, എങ്ങനത്തെ സെഗ്മെന്റ് മൊത്തം എല്ലാം ഉണ്ട്. 7 സീറ്റ് ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, കൂടിയ ടൈപ്പ്, ഡീസൽ, പെട്രോൾ എല്ലാം, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാം ഉണ്ട്, മിക്സ്ഡ് ആണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. കൂടുതൽ ഡസ്റ്റർ ടെറാനോ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഷോറൂം വരുന്നത്. ഇപ്പോൾ എങ്ങനെ സ്റ്റോക്ക് ഉണ്ടോ? ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതിനുള്ള അകത്ത് 2 ഡസ്റ്റർ ഉണ്ട്, ഇനി വരാൻ 2 ഡസ്റ്റർ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ഏതാ എൻക്വയറി വരുന്നത്? ഏത് വണ്ടിയാണ് നമുക്ക്? ഡസ്റ്റർ, ടെറാനോ, സ്വിഫ്റ്റ്, എസ് ക്രോസുകളൊക്കെ അത്യാവശ്യം നല്ല പോകുന്നുണ്ട്. എസ് ക്രോസുകൾ അത്യാവശ്യം, എസ് ക്രോസ്, അവൻ്റെ 7 സീറ്റിൻ്റെ ഹോണ്ടേന മൊബീലിയോ, BRV, അങ്ങനത്തെ 6 വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഹോണ്ടേന മൊബീലിയോ. ആ വണ്ടിയിൽ ഇപ്പോൾ 5 തീർന്നപ്പോൾ 1 മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. 7 സീറ്റർ നല്ല മൈലേജ്, ഡീസൽ തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോകാം. നമുക്ക് ആദ്യം ഒരു 7 സീറ്ററിൽ തന്നെ തുടങ്ങാം. ഏതായാലും പറഞ്ഞല്ലേ, മൊബൈൽ അത്ര വെയിറ്റ് ഒന്നുമില്ല അല്ലേ. ഹോണ്ടയുടെ മൊബൈലുമാണ്. KL4 രജിസ്ട്രേഷനാണ്, ആലപ്പുഴ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2014 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ആണ്. 1,30,000 കിലോമീറ്റർ വേണ്ടിയിട്ട് പ്രോപ്പർ കമ്പനി സർവീസ്. വി എന്ന വേരിയന്റ് വരുന്നത്. വി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫുൾ അല്ലേ? അന്നത്തെ ഫുൾ ഓപ്ഷൻ. അലവിയിൽ എയർബാഗ്, ABS ഇങ്ങനെ എല്ലാം വരുന്ന, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഷെയറിംഗ് കൺട്രോൾസ്, പവർ വിൻഡോസ്, മിറർ ഫോൾഡിംഗ്, അടിപൊളി സീറ്റുകൾ, കാര്യങ്ങൾ. ഈ സീറ്റുകളൊക്കെ ഫുള്ള് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അതുപോലെ ഒരു 18-19 മൈലേജ് കിട്ടുന്ന, നോണിനെ കുറിച്ച് അറിയാലോ, എഞ്ചിൻ ലൈഫ് അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ എല്ലാം കൂടി പെർഫെക്റ്റ് ആയ ടാക്സിക്കാർക്ക് ഉപയോഗിക്കാം. അതേപോലെ നല്ല പാർട്ടിക്ക് 7 സീറ്റ് ആയിട്ട് ഉപയോഗിക്കാം. 5 സീറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. നല്ല ഡിസ്ക് സ്പേസ് കിട്ടാവുന്ന, മടക്കി വെച്ചാൽ ഡിക്കി സ്പേസ്. 5 വണ്ടിയിൽ ഇത് മാത്രമേ തീർന്നു. മൈലേജ് 18-20 റേഞ്ചൊക്കെ മൈലേജ് 20 കിട്ടുന്നു. പക്ഷെ 18 നോർമൽ പറഞ്ഞാൽ മതി. ഒരു ക്ലെയിമില്ല അല്ലേ? ഒരു ക്ലെയിമില്ല. കേട്ടോ, ടയേഴ്സും കുഴപ്പമില്ല അല്ല. മെയിൻ ബോഡി നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയിലുണ്ട്. ഓക്കെ, ടൈം ചെയിനൊക്കെ ഇപ്പോൾ മാറി വെച്ചോളൂ. ടൈം ചെയിൻ, ഓയിൽ സർവീസ് എല്ലാം ഇപ്പം തീർന്ന് ഒരു 100 കിലോമീറ്റർ കൂടി ഓടിയില്ല. ടൊയോട്ട പോലെ തന്നെ ഒരു സാധനമാണ് ഹോണ്ട ഡീസൽ എന്ന് പറയുന്നത്. ടൊയോട്ട ഇടപിടിക്കാവുന്ന എഞ്ചിൻ ലൈഫിലുള്ള ഒരു വണ്ടി. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? 2000 നമുക്ക് 4,70,000 ഫൈനലല്ലോ, കുറയ്ക്കാൻ പറ്റുമല്ലോ. 4,70,000 2014 വി ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ ഡീസൽ ഹോണ്ട മൊബൈലോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. ഇപ്പോൾ ടൈമിംഗ് ചെയ്യുന്ന ഇതൊക്കെ മാറി വെച്ചേക്കാണ്. ഇനി ഒന്നും നോക്കാനില്ല, ധൈര്യത്തിൽ സർവീസ് ചെയ്തെടുത്ത് പോവാം അല്ലേ കുറേ കാലത്തേക്ക്. ഓക്കെ, അപ്പോൾ ലോണ് 4 ലാഖ് കിട്ടുമോ ഇതിൽ? 4 ലാഖ് അബോ ചാൻസ് ഉണ്ടോ? 4 ലാഖ് അതുവരെ കിട്ടും. ഓക്കെ, അടുത്തത് മാരുതി സുസുക്കിയുടെ എസ് ക്രോസ് ആണ്. KL21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. 74 നമ്പർ അല്ലേ? ഓക്കെ, അടിപൊളി നമ്പറാണ്. ഡീസൽ അത് ഡീസൽ ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നത്. നല്ല മൈലേജ് ഉണ്ടാവും അല്ലേ? 24-23 പ്രതീക്ഷിക്കാം. നമ്പർ പോലെ തന്നെ മൈലേജും കിട്ടും. 74 സോറി. ഓക്കെ, എന്തായാലും 20 ആകുമ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം. ഹൈബ്രിഡ് അല്ലേ, സാധാ വണ്ടിക്ക് ഏകദേശം 20 കിട്ടുന്നതുകൊണ്ട് ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ കിട്ടും. ഏതായത് ആൽഫയാണോ? ഇത് ഡെൽറ്റ ഓപ്ഷൻ വണ്ടിയാണ്.
ഡെൽറ്റ ഓപ്ഷൻ തന്നെ ഏകദേശം സീറ്റയുടെ എല്ലാം വരുന്നുണ്ടാവും. ടച്ച് സ്ക്രീൻ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും വരും. ലൈവില് ബട്ടർ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS എല്ലാ ഫീച്ചേഴ്സും വരും. വരാത്ത എന്താണെന്ന് ചോദിച്ചാൽ ബാക്ക് പേപ്പർ അടക്കത്തിന് വരും. വരാത്ത എന്താ വെച്ചാൽ ടച്ച് സ്ക്രീൻ മാത്രമേ വരുള്ളൂ. അത് അഡീഷണല് നല്ല ബ്രാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 18,000 രൂപയുടെ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്ത വണ്ടിയാണ്. 4 ഫ്രഷ് ടയർ, ഒരു റീപ്ലേസ്മെന്റും ഇല്ല വണ്ടി. 2018 മുകളിൽ 19 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഒന്നും മാറിയില്ല വണ്ടിയുടെ. നല്ല ബോഡി ക്വാളിറ്റി, ഫുൾ കമ്പനി സർവീസ്. പിന്നെ എന്താ ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ഓടിയാ? 2 ലക്ഷം കിലോമീറ്റർ. അത് പ്രോപ്പർ കമ്പനി സർവീസ് മാത്രം ചെയ്ത് പുറത്തൊരു സർവീസ് ചെയ്ത് വണ്ടി. ഒരു സർവീസ് പുറത്ത് ചെയ്തു. ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ക്ലെയിമില്ല. ബമ്പർ വെച്ച് വരും, ഒരു ക്ലെയിമും വണ്ടിക്കില്ല. 2 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ഡെൽറ്റ ഓപ്ഷനാണ് ഓപ്ഷൻ വരുന്നത്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബട്ടർ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS എല്ലാം ഉണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഉണ്ട്, ഡിഫോഗർ ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പുതിയ ടയേഴ്സും ആണ്. ഫുൾ ലോണും കിട്ടും. ഫുൾ ലോണും കിട്ടും. എത്ര കൊടുക്കാം നമുക്ക്? 6,40 വണ്ടി കൊടുക്കാൻ പറ്റും. 6,40 ഡെൽറ്റ ഓപ്ഷൻ, 18 മോഡൽ, 19 രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് ഈ വാഹനം ഫുൾ ലോണിൽ കൊണ്ടുപോകാം. ഡീസലാണ്, 20 above മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ജെന്വിൻ സർവീസ് പോയതാണ്, വലിയ പ്രശ്നം. ജെന്വിൻ സർവീസ് ടൈം ചെയ്യാൻ അറിയില്ലാണ്. എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ്. അപ്പോൾ താല്പര്യം ഉണ്ട് എന്തായാലും വിളിക്കാം. ഫുൾ ലോണിൽ ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ? 4 പുത്തണ്ടാറ് കേട്ടോ, ഫ്രഷ് ടയർ വാങ്ങിച്ചു വെച്ചാണ്. ഓക്കെ. അടുത്ത വണ്ടി കൊണ്ടുപോകാം. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് ആണ്. KL5 കോട്ടയം വണ്ടിയാണ്. ടോപ്പിൻ്റെ ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി ZXi പ്ലസ്. ഓക്കെ, ഏറ്റവും ടോപ്പ് വരുന്ന വണ്ടി. 60,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. പ്ലസ്സിലൊന്ന് പ്രൊജക്റ്റഡ് വരുന്നുണ്ടോ? ഹെഡ്ലാമ്പല്ലല്ലോ, അതിന് RC കാണിക്കണം. എങ്ങനെയാണ് ബാക്കിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. ഡിക്കിൽ RC പ്ലസ് തന്നെയല്ല? ZXi പ്ലസ് തന്നെ. ഓക്കെ. പെട്രോൾ ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 19 മോഡൽ പറഞ്ഞാൽ 18 മോഡൽ, 19 രജിസ്ട്രേഷൻ. 19 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. രജിസ്ട്രേഷൻ തൊട്ടുള്ളതാണ്. 15 വർഷത്തേക്ക് എല്ലാം വരും പേപ്പേഴ്സ് ഒക്കെ. എത്ര ഓട്ടോ ഇതിപ്പോൾ? ഇത് 60,000 കിലോമീറ്റർ ഓട്ടോ. പ്രോപ്പർ കമ്പനി സർവീസ്. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് അല്ല, സോറി, സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പാ? കാരണം ഓണർഷിപ്പ് ആരും മാറാതെ തരാത്ത ഞങ്ങൾ തൽക്കാലം പയ്യന്റെ പേരിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ പേരിൽ തൽക്കാലം മാറിയാണ്. തൽക്കാലം മാറാണ്ട് വണ്ടി നമുക്ക് ചില വണ്ടിയിൽ കിട്ടും. ഓക്കെ. യൂസ് ചെയ്തത് ഒരാൾ തന്നെയാണ്. അതെ. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 6,20,000 കൊടുക്കാം. 6,20,000 60,000 കിലോമീറ്ററോടെ 18 മോഡൽ, 19 രജിസ്ട്രേഷൻ, ZXi പ്ലസ് ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മൈലേജ് എങ്ങനെ പോയാലും ഒരു 16-18 ഒക്കെ കിട്ടൂലേ? 16-17 പ്രതീക്ഷിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അല്ലേ? AMT ആണ് വരുന്നത്. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അങ്ങനെ വണ്ടൂർ കാർസിലെ സ്ഥിരം ഐറ്റെത്തി ഡസ്റ്ററാണ്. റെനോ ഡസ്റ്റർ KL4 വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പ്രോപ്പർ കമ്പനി സർവീസാണ് വണ്ടി. ടയർ ബാങ്കളൊക്കെ റീപ്ലേസ്മെന്റ് ഇല്ല. ടയർ ബാങ്കളൊക്കെ ഏകദേശം ഫ്രണ്ട് ടയർ ഒരു 60%, ബാക്ക് ടയർ ഏകദേശം മൊത്തത്തിൽ 60%-70% ടയർ വരുന്ന റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏത് ഓപ്ഷൻ പറഞ്ഞത്? RXS ടോപ്പിന്റെ തൊട്ട് താഴെയാണ്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരും. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും അത് നമുക്ക് ക്രൂയിസ് കൺട്രോൾ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. നമുക്ക് ഇതേപോലെ 2016 മോഡൽ വണ്ടി നമുക്ക് വേറെ ഉണ്ട്. അതിലുണ്ട്, വണ്ടിയിലുണ്ട്. 85 ആണോ? 85 ആണ്. നമ്മൾ 85 മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ മൈലേജ് ഉണ്ടാവും. മെയിൻ്റനൻസും വളരെ കുറവായിരിക്കും. ഒരു 18 മൈലേജ് കിട്ടൂല്ലേ? 20 അത് നോർമലി എല്ലാവരും പറഞ്ഞോണ്ടിരിക്കുന്നത്. 20 കിട്ടുന്നുണ്ട്. അപ്പോൾ 18-20 റേഞ്ച് മൈലേജ് കിട്ടും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 80,000 2018 മോഡൽ RXS ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഫുൾ കമ്പനി സർവീസാ? ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 7,10 കൊടുക്കാം. 7,10,000 മാനുവൽ വാഹനം. 85 PS ആണ്. 2018 മോഡൽ. 80 ഓടിയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ 2016 മോഡൽ ന്യൂ ഷേപ്പ് RX സെറ്റ് വണ്ടി കൂടി നമ്മൾ അതിലുണ്ട്. ടോപ്പ് അല്ല? ടോപ്പ് ഏറ്റവും ടോപ്പ് ഉണ്ട്. പക്ഷേ 1,75 വണ്ടി ഓടിയിട്ടുണ്ട്. അത് നമുക്ക് 5,40,000 വണ്ടി കൊടുക്കും. 5,40,000 2016 സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 5,40,000 അതും ഉണ്ട്. 2016 അത് ഫുൾ ഓപ്ഷൻ. 16 ന്യൂ ഷേപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. ഇത് 18 ആണ്. 710 85 PS ആണ്. 80,000 കിലോമീറ്റർ 1 ലക്ഷം താഴെ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഓക്കെ. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതല്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. ഇപ്പം കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, മാറ്റലോ പിടിക്കലോ അങ്ങോട്ടും 200-500 അതല്ല, മാറ്റലോ തിരിക്കലോ മറിക്കലോ തിരിക്കണില്ല. ഈ പറയുമ്പോൾ ചിലപ്പോൾ കിഷോറാട്ടൻ്റെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ ഇത്രയും കാലം വീഡിയോ ചെയ്ത് 5 വർഷമായിട്ട് വീഡിയോ ചെയ്യാണ്. എല്ലാ കിലോമീറ്റർ കൂടിയ വണ്ടികളായിരിക്കും അധികം ഉണ്ടാവുക കയ്യിൽ. 1 കിലോമീറ്റർ ഞാൻ വലിക്കില്ല. എല്ലാ കിലോമീറ്റർ കൂടിയ വണ്ടികളായിരിക്കും അധികം ഉണ്ടാവാറ്. അപ്പോൾ ഏതായാലും ഉറപ്പിക്കാം. തീർച്ചയായും ഞാൻ വലിക്കാറില്ല. ആ കിലോമീറ്റർ എത്ര ശാ വലിക്കാൻ കൊടുക്കുന്നത് ആ രീതിയിൽ പറഞ്ഞു കൊടുക്കും. വലിക്കുക, തിരിക്കുക, ഫ്ലഡ് എഫക്റ്റ്, അപ്രോ പൊട്ടിച്ചത്, പോസ്റ്റ് ഇളക്കുക,
അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. ഉള്ള കിലോമീറ്റർ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. സ്വസ്ഥ സമാധാനം അല്ലേ? അടുത്തത് 5 സ്റ്റാർ സേഫ്റ്റി കിട്ടിയ ഒരു വാഹനമാണ് KL 39 രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ XUV 300. ഇത് മാനുവൽ ആണോ? മാനുവൽ വണ്ടി പെട്രോളും ആണ്. മാനുവൽ പെട്രോൾ ആണ് അല്ലേ? W8 ഓപ്ഷൻ, ഏറ്റവും ടോപ്പിന്റെ വാഹനം. അന്നത്തെ ഏറ്റവും ടോപ്പാണ്. 2020 മോഡൽ വരുന്ന വാഹനം അല്ല? 20 മോഡൽ തന്നെ, 20 മോഡൽ ഉണ്ട്. ഓക്കെ, അന്നത്തെ ടോപ്പ് എൻഡ് 5 സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് ഒരു പെർഫോമൻസ് കാർ തന്നെയാണ്. നല്ല മെക്കാനിക് പ്രോബ്ലംസ് വരവ് കുറവാണ്. പെട്രോൾ ആയതുകൊണ്ട്. ഓക്കെ, ഒരു 15 ലെവലിലെ മൈലേജ് പ്രതീക്ഷിക്കാം. പക്ഷേ കംപ്ലൈൻറ്റ് വളരെ കുറവ്. ഞാൻ കൊടുത്തോടത്തോളം വരാൻ കംപ്ലൈൻറ്റിനെ കുറിച്ച് തന്നെ നമുക്കൊരു വന്നിട്ടില്ല. പിന്നെ ഇത് 2020 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. ഫുൾ കാർ ഇൻഷുറൻസ് പുതിയ നമ്മൾ അടച്ചു കൊടുക്കും. നമുക്ക് 680 ഇതിന് വില പ്രതീക്ഷിക്കുന്നത്. 6,80,000 രൂപയ്ക്ക് 2020 W8 നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ മാനുവൽ വാഹനം. ഇപ്പം നല്ല മഴ വരാൻ പോവാണ്, മൊത്തത്തിൽ ഇടയിലൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഓക്കെ, ലോണ് ഒരു 6 lakh കിട്ടൂലേ? 6. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ പുറകിൽ നിന്ന് വല്ലാണ്ട് ലൈറ്റ് ക്യാമറയിൽ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പിക്ചർ ഒരു ക്ലാരിറ്റി കിട്ടില്ല. വേറെ ലൈറ്റ് അഡീഷണൽ ഹെവി ലൈറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ചില വാഹനങ്ങൾ ക്ഷമിക്കുന്നു അതിനായി. ഇത് റിഡ്സ് ആണ്. ഇങ്ങോട്ടേക്ക് റീ ആയി, കേരളത്തിലോട്ടേക്ക് KL 10 റീ ആയ വാഹനമാണ്. ഡീസല്ല, പെട്രോൾ VXI 2016 മോഡൽ. പെട്രോൾ റീ ആയി. റീ ആയിട്ട് കുറേ വർഷങ്ങളായി ഇവിടെ റീ ആയിട്ട്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. 90,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 2016 16. അവിടെ ഇവിടെ ഒരേ ഓണറാ? അല്ലല്ല, അവിടെ അവൻ്റെ സുഹൃത്തായിരുന്നു. ഇവിടെ അവനാണ് ഓണർ. അവൻ്റെ സുഹൃത്ത് അവിടെ ഉപയോഗിച്ച വണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളുള്ള പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടി. അലൈവിലുണ്ട്. ടയർ ബാങ്കളൊക്കെ 70% ടയർ ബാങ്കുകളുണ്ട്. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി വരുന്നുണ്ട്. ഏതായിരുന്നു? VXI ആയിരുന്നു. VXI 2016. പക്ഷേ അഡീഷണൽ ഇപ്പോൾ അലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല ടയേഴ്സ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, സീറ്റ് കവർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്ത് നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ഇല്ല. ഒറിജിനൽ കേരള വണ്ടിയെ പോലെ നിൽക്കുന്ന നല്ല സൂപ്പർ വണ്ടി. ഓക്കെ, 90 ഓടിയ 90 ഓട്ടം പറഞ്ഞാൽ ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. റെഡ്സ് പെട്രോൾ. മൈലേജ് ഒരു 13-16 റേഞ്ചൊക്കെ കിട്ടും അല്ലേ? അല്ല, 15 കിട്ടുമല്ലോ. 13-16 അതിൻ്റെ ഇടയിൽ കിട്ടും. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 3 ലക്ഷം രൂപ ചോദിക്കും ആസ്കിംഗ് പ്രൈസ്. 3 ലക്ഷം. 2016 VXI ആണ്. പക്ഷേ അഡീഷണൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ലോൺ ഒരു 2.5 കിട്ടും. 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ 2.5-2.25 വരെ തരാനാണ്. പ്രൈസ് ഫൈനലല്ല. നിങ്ങൾക്ക് എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ചെയ്തു തരും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. പെട്രോൾ ഫുൾ കമ്പനി സർവീസ് പോയ ജെനുവിൻ വണ്ടി. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ ഹ്യുണ്ടൈ i20 എലൈറ്റ് ഷേപ്പാണ്. ഏതാ രജിസ്ട്രേഷൻ കിഷോട്ടാ? KL 33 രജിസ്ട്രേഷൻ വരുന്നത്. ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി. ചങ്ങനാശ്ശേരി സിംഗിൾ ഓണർഷിപ്പ്. ഇതെന്താ സ്പെഷ്യൽ കാറ്റഗറി എങ്ങാനാ? അല്ലാതെ ഇങ്ങനെ വന്ന വണ്ടിയാണ്. ഇത് ഡുവൽ ട്യൂണാണ് വണ്ടി. ആസ്റ്റയാണ് ഓപ്ഷൻ. ആസ്റ്റ വണ്ടി. ആസ്റ്റ ഓപ്ഷൻ അല്ല, ആസ്റ്റ. 18 മുകളിൽ 19 രജിസ്ട്രേഷൻ വരുന്ന 18 ഈ ഷേപ്പ് വരത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. വരുന്ന റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് 2 ടയർ ഭാഗം കുറവുണ്ട്. ആ 2 ടയർ പുതിയ ടയർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇട്ടിട്ടില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. പ്രോപ്പർ കമ്പനി സർവീസ്. 92,000 കിലോമീറ്റർ ഓട്ടം. അത് പ്രോപ്പർ കമ്പനി സർവീസ്. നല്ല അടിപൊളിയുണ്ട്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ i20 ആണ്. ആസ്റ്റ ഓപ്ഷനിലല്ല. ആസ്റ്റ 2 എയർ ബാഗ് വരുള്ളൂ. മറ്റേ 6 എയർ ബാഗ് വരും. ഓക്കെ, എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 6 ലക്ഷം രൂപ വരും. 6,50,000 രൂപയ്ക്ക് ഈ ഒരു i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. എന്താ പറയുക, ഒരു ക്ലെയിമും ഇല്ല. അതൊരു നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ഈ ഒരു കളറിൽ തന്നെയാണ് ഉള്ളിൽ വരുന്നത് അല്ലേ? ഇന്ത്യയിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര ചാൻസ് ഉണ്ട്? ലോൺ നമുക്ക് 6 ലക്ഷം രൂപ ലോൺ കിട്ടും. 6 lakh ലോൺ കിട്ടും അല്ലേ? 50,000 രൂപ അല്ലെങ്കിൽ അതിന് താഴെ കണ്ടാൽ നല്ല അടിപൊളി ഡീസൽ വണ്ടി കിട്ടും. ഡീസൽ i20 ആണ്. പെട്രോൾ അല്ല, ഡീസലാണ്. മൈലേജും ഉണ്ടാവും. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും. 18 മോഡൽ 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഡീസൽ ആസ്റ്റ i20 6,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1 lakhന് താഴെ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ഉണ്ട്. വീണ്ടും ഒരു ചെറിയ വാഹനമാണ്. ഇതാണ് പറഞ്ഞത് ഇവിടുത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. ഓക്കെ, സെലാറിയോ ആണ് അല്ലേ? KL 26 വണ്ടി. ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടി. 62,000 കിലോമീറ്റർ ഓട്ടം. ZXi ആണ് വണ്ടി. ZXi ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അഡീഷണൽ അലൈവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ ടയർ. നോ ക്ലൈം, നോ റീപ്ലേസ്മെന്റ്, ഒന്നും ചെയ്തില്ല. ബമ്പർ വരെ മാറി. ഓട്ടോ എത്ര പറഞ്ഞത്? 62,000 കിലോമീറ്റർ. 62,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, സർവീസ് ഒക്കെ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ വണ്ടി. മാനുവൽ ZXi സെലറിയോ ആണ്. 2018 മോഡൽ 19 മാസം വണ്ടി. 19 രജിസ്ട്രേഷൻ. ഇവിടെ കണ്ട വണ്ടികൾ കൂടുതൽ 18 മോഡൽ 19 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ,
അപ്പോൾ അത്യാവശ്യം മൈലേജും കിട്ടും. ഒരു 17 റേഞ്ചൊക്കെ മാക്സിമം മൈലേജ് ഉദ്ദേശിക്കാം. മാക്സിമം ആണ് ഒരു 14 to 17. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3,90,000 രൂപ. 3,90,000 രൂപയ്ക്ക് ZXi Celerio 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വാഹനം, സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. പ്രൈസ് പുത്തൻ ടയറാണ്. അടിപൊളിയുണ്ട്. 60 ഓട്ടം പറഞ്ഞാൽ 62,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ. ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലോൺ എത്ര ചാൻസ് ഉണ്ട് ഇതിന്? ലോൺ നമുക്ക് 3,4 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ. 3,5 അല്ലേ? അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറി ഹുണ്ടായി വെർണ, ഒരു ബ്ലാക്ക് കളർ വാഹനം, KL 64 ചാലക്കുടി രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ? തുടരും 4455 നമ്പറാണ്. ഓക്കെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്. 17 അല്ലേ? ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന ടൈപ്പ് വണ്ടി. ഏത് ഓപ്ഷൻ എന്താ? ഇത് SX പ്ലസ് വരും. SX പ്ലസ് ഉണ്ടാവും അല്ലേ? ബട്ടർ സ്റ്റാർട്ട് വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ. സൺറൂഫ്, എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഓട്ടോമാറ്റിക്, ഡീസൽ. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ 1,60,000 കിലോമീറ്റർ ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ്. ഒരു നെട്ട് മുറുക്കാൻ വരെ ഈ കസ്റ്റമർ പുറത്തു പോയിട്ടില്ല. ടയറിന്റെ അലൈൻമെന്റ് വരെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടയർ ചേഞ്ചിങ് വരെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിസ്റ്ററി എടുക്കുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി. ഓക്കെ. ഓട്ടം ലേശം കൂടിയിട്ടുണ്ടെങ്കിലും ക്വാളിറ്റി വിട്ടൊരു കളിയില്ല. ഒരു കമ്പനി കയറി വണ്ടിയാണ്. സൂപ്പർ വണ്ടി. ഓക്കെ. SX പ്ലസ് 2017 ഡീസൽ വർണ്ണ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എത്ര കിട്ടും? ഒരു 15 പ്രതീക്ഷിക്കും. 15 പ്രതീക്ഷിക്കാം. 16 വരെ. 1.6 ഇഞ്ച് വരുന്ന വണ്ടി കൂടെയാണ്. ഓക്കെ. 1.6 ഇഞ്ച് വരുന്ന വണ്ടിയാണ്. നല്ല പവർ നമ്മൾ ഓടിക്കാൻ നല്ലൊരു 60 കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി, അങ്ങനത്തെ എടുത്ത് പറയണ വണ്ടിയുടെ. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? 7 lakhs കൊടുക്കുക. 7 lakhs ഫുൾ ലോൺ കൊടുക്കുക. ഫുൾ ലോണിൽ 7 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു 2017 SX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് വർണ്ണ കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ അല്ലേ? ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് മോശം ആവറേജ് ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ രണ്ടാമത്തെ സ്വിഫ്റ്റാണ്. KL 20 രജിസ്ട്രേഷൻ വണ്ടി. ഇതും തിരുവനന്തപുരം ഭാഗത്ത് എവിടെയാണ്? അതെ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ വണ്ടി, ഓണർഷിപ്പ് സിംഗിൾ, 80,000 കിലോമീറ്റർ. ഓക്കെ. പ്രോപ്പർ കമ്പനി സർവീസ്. ഏത് ഓപ്ഷൻ? VXI മാനുവൽ. മാനുവൽ വണ്ടി 2018 സിംഗിൾ ഓണർഷിപ്പ്, 80,000 ഓട്ടം പോയിട്ടുണ്ട്. പ്രോപ്പർ സർവീസും ഉണ്ട്. 2 പുത്തൻ ടയർ ഉണ്ടാവും വണ്ടിക്ക്, 2 ആവറേജ് ടയർ ഉണ്ടാവും വണ്ടിക്ക്. 2 ആവറേജ്. ഓക്കെ. നല്ല സീറ്റ് കവറും എല്ലാം ഉണ്ട്. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ. സ്വിഫ്റ്റ് മാനുവൽ ആണ്. ഒരു 18 റേഞ്ചൊക്കെ എന്തായാലും മൈലേജ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം. 5 lakhsന് 2018 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. VXI ആണ്. ഓക്കെ. ലോൺ നമുക്ക് 4 ലക്ഷം രൂപ, 4.5-4.60 വരെ ലോൺ. 4.60 വരെ. ഒരു 10-40,000 അല്ലെങ്കിൽ അതിന് താഴെ കണ്ടാൽ കൊണ്ടുപോകാം. അടുത്തത് വാഗണറാണ്. എവിടെ രജിസ്ട്രേഷൻ? KL 2 കൊല്ലം വണ്ടിയാണ്. നിങ്ങൾ കൂടുതലും തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് തന്നെയല്ലേ? കോട്ടയം, പാല ആ ഭാഗത്ത് വണ്ടികൾ പർച്ചേസ് ചെയ്യാറുള്ളത് അല്ലേ കൂടുതലും? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ വണ്ടി, VXI ഓട്ടോമാറ്റിക് VXI ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്നത്തെ 2018 സർവീസ് ചെയ്ത് കഴിഞ്ഞ നല്ല അടിപൊളി വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4 ടയറിൽ 2 പുത്തൻ ടയറും, 2 ടയർ 80%. ഓക്കെ. ഓട്ടോ എത്ര പോയി? 90,000 കിലോമീറ്റർ, 90,000 അല്ലേ? കമ്പനി സർവീസ്. 18 VXI ഓട്ടോമാറ്റിക് ഫുൾ സർവീസ് ഉണ്ട്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഗ്ലാസോ ഡോറോ ഗ്ലാസ് അങ്ങനെ ഒരു സാധനം റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല മെക്കാനിക്കൽ കൂട്ടില്ല, നല്ല അടിപൊളി വണ്ടി. ഓക്കെ. കിഷോർ അണ്ണൻ എന്തായാലും ധൈര്യത്തിൽ വിശ്വസിക്കാം. ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം. ഒരു 20-25 വർഷം അല്ലേ മെക്കാനിക്കായിട്ട് ജോലി ചെയ്ത ആൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4.20 4,20,000 ചോദ്യമാണ്. ഓട്ടോമാറ്റിക്, 80,000 കിലോമീറ്റർ ഓടിയ 2018 VXI വാഗണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ല? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. മാർഗ്ഗമില്ല. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇനിയിപ്പോൾ പുതിയ ലൈസൻസ് വന്നു തുടങ്ങിയാൽ പിന്നെ അത് വന്നു തുടങ്ങിയാൽ പിന്നെ ഓണർഷിപ്പ് മാറേണ്ട ആവശ്യമില്ല. വണ്ടി കൊടുക്കുന്ന ആൾക്കും ധൈര്യമായിട്ട് കൊടുക്കാം, പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ലോൺ നമുക്ക് 3,70,000 ലോൺ കൊടുക്കാം. ഒരു 19,000 കണ്ട ഇറക്കാം. ഇതാ വീണ്ടും ഒരു എസ്ക്രോസ് വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ട സെയിം കളർ സെയിം ഷേപ്പ് വണ്ടി. KL 33 രജിസ്ട്രേഷനാണ്. സെയിം മോഡലുമാണ്, സെയിം സ്വഭാവമാണ്. 18 മോഡൽ 19 രജിസ്ട്രേഷനാ? 18 മോഡൽ വണ്ടിയാണ്. 19 രജിസ്ട്രേഷൻ ഇല്ലല്ല. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. കിലോമീറ്റർ ഏകദേശം സെയിം കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ
സെയിം കിലോമീറ്റർ, സെയിം സർവീസ്, ഡീസൽ സീറോ ക്ലൈം. ഓക്കെ, സെയിം, എല്ലാം സെയിം ആണ്, കിലോമീറ്റർ എല്ലാം സെയിം ആണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. ഇതിന് വ്യത്യാസമുണ്ട്. ഇത് സീറ്റാണ് ഓപ്ഷൻ. സീറ്റാണ് നേരത്തെ കണ്ട ഡെൽറ്റ ഓപ്ഷൻ വണ്ടി ആയിരുന്നു. ഇപ്പൊ കണ്ടത് ഒറിജിനൽ സീറ്റ് വണ്ടിയാണ്. ഞാനിത് രണ്ടും എടുക്കാൻ പ്രധാന കാരണം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ. നമ്മളെ കിലോമീറ്റർ ഓടി നല്ലൊരു ബുദ്ധിമുട്ടി വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴും ഇല്ല, വണ്ടിൻ്റെ മെക്കാനിക് ഫീൽഡിലും ഇല്ല, അതേപോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ഒരു ഭാഗം റീപ്ലേസ് ചെയ്തില്ല, ഒരു സർവീസും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല, എല്ലാം പ്രോപ്പർ കമ്പനി സർവീസാണ്. ഓക്കെ. അപ്പോൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 660 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. 640. ഓക്കെ, ഇത് 660 സീറ്റാണ് ഓപ്ഷൻ, മറ്റേ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, 660 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 18 മോഡൽ സീറ്റ ഡീസൽ എസ്ക്രോസ്, ഫുൾ ലോണും കൊടുക്കും. ഫുൾ ലോണും കിട്ടും. ഓക്കെ, പ്രൈസ് എന്തായാലും നമ്മൾ ഇടക്കിടക്ക് പറയണ്ടല്ലേ? അതേ പ്രൈസിൽ മെഗാഷോർ ഉണ്ടാകും. കാരണം ഇതിനൊക്കെ ഒറിജിനൽ വില അതല്ല. ഇപ്പം നമുക്ക് 2018 മോഡൽ നമുക്ക് ഇതിൻ്റെ അൽഫാന വണ്ടി ഉണ്ട്, 60,000 കിലോമീറ്റർ വണ്ടി. അപ്പോൾ പോളിഷാണ് നിൽക്കുന്ന വണ്ടിയാണ്, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ട്. അത് നമ്മൾ 8 ലക്ഷം രൂപ വണ്ടിയുടെ വില. ഇതേ മോഡൽ സീറ്റൊക്കെ തന്നെ, ഇതേ മോഡൽ സീറ്റ് 1 ലാഖിന് താഴെയാണെങ്കിൽ 1 ലാഖ് താഴെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഒരു 7.5, 7.80 ആ റേഞ്ചിലോട്ട് നമുക്ക് വില വരും. ഏകദേശം 1 ലക്ഷം കിലോമീറ്ററോളം മുകളിൽ മാറ്റം വരും. അതാണ് ഇത് തമ്മിലുള്ള ഒരു വേരിയേഷൻ. അത് കിലോമീറ്റർ കൂടി ഓടിയുള്ളതാണ് ഇതിന്റെ വലിയ താഴോട്ട് വന്നത്. അതാണ് ഫുൾ ലോൺ കിട്ടുന്നത് അല്ലേ? അതാണ് ഫുൾ ലോൺ കിട്ടാൻ കാരണം. അല്ലെങ്കിൽ 1 ലാഖ് നമുക്ക് ഡൗൺ പേയ്മെന്റ് കാണണം. അത് കാണാണ്ട് ഈ ലോൺ ഈ കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് എഞ്ചിൻ പെർമിറ്റ് ഒന്നും പേടിക്കാനില്ല. കമ്പനിയിൽ മാത്രമേ രജിസ്റ്ററുള്ളൂ, ഒരു സർവീസ് ചെയ്തില്ല. അതുകൊണ്ട് കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. അടുത്തത് ഹോണ്ട സിറ്റിയാണ്, KL7 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 മോഡല് ഡീസൽ വി വേരിയന്റ്. വി ആണ് 2014 അല്ലേ? 14 മോഡൽ വി വേരിയന്റ്. അന്ന് VX അല്ലേ ടോപ്പ്? VX സൺറൂഫ് അഡീഷണൽ സൺറൂഫ് വരും, ബട്ടർ സ്റ്റാർട്ടോടും വരും. ഇതിൽ ബട്ടർ സ്റ്റാർട്ടില്ല, സൺറൂഫ് ഉണ്ടാവില്ല. അല്ലാതെ വേരിയന്റ് വി അലൈവിൽ എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടിക്ക് ഉണ്ടാവും. ഇപ്പൊ നിലവിൽ ഇന്ന് വരെ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. നാളെ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതൊരു അങ്ങനെ കസ്റ്റമർ പോറ്റി അതിന്റെ കസ്റ്റമർ ഭയങ്കര നിർബന്ധമായിട്ട് പേര് മാറൽ നിർബന്ധം. നമ്മുടെ സ്റ്റാഫിന്റെ പേരിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പേരിലേക്ക് തൽക്കാലം നാളത്തോട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. ടൈം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയാൽ പെട്ടെന്ന് വിളിച്ചു വീട് കണ്ടിട്ട്. അപ്പോൾ 2014 വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ആണ്. എല്ലാ വർക്കും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടി, ഡീസൽ വി ഓപ്ഷൻ ആണ്. അന്നത്തെ ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന മൈലേജ് ഉണ്ടാവും 20 പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എഞ്ചിൻ ലൈഫ് ഹോണ്ട ആയതുകൊണ്ട് എഞ്ചിൻ നമുക്ക് നല്ല ലൈഫ് ഉണ്ടാകും. ഒരു 4-5 ലക്ഷം കിലോമീറ്റർ ദോഷമില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഹോണ്ട ആയതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഹോണ്ടയാണ്, പെട്രോളാണെന്ന് ഡീസൽ. അപ്പോൾ ഇത് നമുക്ക് 540 ആസ്കിംഗ് പ്രൈസ്, ചെറിയ വ്യത്യാസം കൊടുക്കാം. 5,40,000 ചോദ്യമാണ്, മാറ്റം വരുത്തി തരും. 2014 വി ഓപ്ഷൻ ഡീസൽ. ടയർവാളൊക്കെ അടിപൊളി ടയർവാങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. മെക്കാനിക്കലി ഓയിൽ സർവീസ്, ബുഷ് എല്ലാം ഇപ്പോൾ മാറ്റിയ വണ്ടി, ഒന്നും ഒരു ക്ലെയിമും ഇല്ല. ഒരു ക്ലെയിം. അടുത്ത വണ്ടി വീണ്ടും ഒരു നെടുമങ്ങാട് രജിസ്ട്രേഷൻ വാഹനമാണ്. എമിയോ ആണ്, ഫോക്സ്വാഗൺ എമിയോ KL21. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഡീസൽ ഓട്ടോമാറ്റിക് 2019 മോഡൽ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏതാ DST വരിക? DST ഗിയർ ബോക്സ് ആണ്. 2019 ഡീസൽ ഓട്ടോമാറ്റിക് 1.5 ലിറ്റർ പോളോന്റെ സെഡാൻ കാറ്റഗറിയാണ്. അതെ, പോളോന്റെ നല്ല അടിപൊളി. പോളോന്റെ പെർഫോമൻസ് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഡിക്കി സ്പേസുള്ള വണ്ടി കൂടെ സ്പേസ് ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് 2019 മോഡൽ വണ്ടി, 4 പുത്തൻ ടയറും, നല്ല അടിപൊളി വണ്ടി. ഓക്കെ, എത്ര ഓട്ടം എത്ര പോയി? ഓട്ടം 80,000 കിലോമീറ്റർ ഓട്ടം, ഫുൾ സർവീസ്, ഫുൾ കമ്പനി സർവീസ്. 83,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സെക്കൻഡ്. ഇത് ഇനിയിപ്പോൾ പറഞ്ഞു ഇതും അതേ തന്നെ. എന്റെ സുഹൃത്ത് അൽത്താഫിന് വേണ്ടിയിട്ട് മാറിയത്, ജസ്റ്റ് മാറി. ചോദിക്കുന്നത് ഇങ്ങനെ 580 നമ്മളെ ആസ്കിംഗ് പ്രൈസ്. 5,80,000 രൂപ. എമിയോയിൽ ഏതാ ഓപ്ഷൻ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പാണ്, ഏറ്റവും ടോപ്പ് വാഹനമാണ്. 2019 ഡീസൽ ഓട്ടോമാറ്റിക് 580 നിങ്ങൾക്ക് കൊണ്ടുപോകാം. 83,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ജസ്റ്റ് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ. ഒരു ക്ലെയിമോ കാര്യം ഒന്നുമില്ല. മൈലേജ് ഉണ്ടാവുക ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടെ ഒരു 17-18 എവിടെ ഓടാൻ. മാനുവൽ ആണെങ്കിൽ 20 ആ റേഞ്ചിൽ തന്നെ കിട്ടും. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 17-18 പെർഫോമൻസ് അല്ലേ? അതെ, 1.5 പറക്കും സാധനം. അടുത്തത് ബലേനോ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഒരുപാട് അഡീഷണൽ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് തന്നെ സൈഡ് പ്രൊഫൈൽ തന്നെ കാണുമ്പോൾ ഒരു അടാറ് ലുക്കിലാണ് പുതിയതുള്ളത്. എല്ലാം പുതിയതല്ലേ? ഇത് KL26 രജിസ്ട്രേഷൻ ആണ്. ഈ ഹെഡ്ലൈറ്റ് ഒക്കെ പുതിയ ചെയ്താ? ഇല്ല, ഇത് RS വരേണ്ട വണ്ടി വരുന്നത്. സ്പെഷ്യൽ എഡീഷണൽ 1 ലിറ്ററിൽ അത് വരിക. 17 മോഡലാണ് വണ്ടി. 1 ലിറ്റർ ടർബോ അല്ലേ വരുന്നത്? 1 ലിറ്റർ ടർബോയിലാണ് വരിക. RS വേരിയന്റ് വരുന്നതാണ്.
അതുപോലെ 30-32 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഇതിപ്പോൾ തന്നെ ഒരുപാട് ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ടല്ലേ, എന്തൊക്കെയോ അകത്തും പുറത്തൊക്കെ ആയിട്ട് സെറ്റ്, സ്റ്റീരിയോ ബ്ലോക്സ്, ഇങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ടല്ലേ, പില്ലേഴ്സിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള തിരിയാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഓക്കെ, എന്തായാലും ടയറും ആലോചിച്ചു ഒരു രക്ഷയില്ല. ഓക്കെ, എങ്ങനെയാ ബാക്കി? നമുക്ക് 5:30 കൊടുത്തത്. 5,30,000. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2017 ഉണ്ട്. 17 RS ബലേനോ. 5,30,000 റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഓട്ടം 32,000 ഓടി. 32,000 ഓക്കെ, 32,000 മാത്രം ഓടിയ ഫിറ്റാക്കാൻ സമയം അവന് കിട്ടിയിട്ടുള്ളൂ. ഓടാൻ സമയം കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ കയ്യിലുണ്ടോ? വീല് കാര്യങ്ങളൊക്കെ ഒറിജിനൽ വീല് കാര്യങ്ങളൊക്കെ തന്നില്ല, കിട്ടിയില്ല, നമുക്ക് കിട്ടിയില്ല. ഓക്കെ, എന്തായാലും താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്, ലോ കിലോമീറ്റർ വണ്ടി. ഒരു 4.5 ലോൺ കിട്ടും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ക്രിസ്റ്റയാണ്. ഇവിടെ അങ്ങനെ കാണാത്തതായിട്ടാണല്ലോ ക്രിസ്റ്റ. KL 33 റിയായതാ? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 2017 മോഡല് ഒറിജിനൽ കേരള വണ്ടി. G4 മാനുവൽ. 2017 ഒറിജിനൽ കേരള. ഓട്ടം 1,25,000 കിലോമീറ്റർ ഓട്ടം. 1.25 ലക്ഷം. ഇതിനെ സംബന്ധിച്ച് വളരെ കുറവാണ്. അതെ. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്, അത് മാത്രമായിട്ടേ മാറിയിട്ടുള്ളൂ, ഇടിച്ചു മാറിയതല്ല. അതുപോലെ ഇത് ന്യൂ ഷേപ്പ് ഞാൻ ആക്കിയിട്ടുള്ളതാണ്. നിങ്ങളാക്കിയതാണ്? അതിന്റെ ഓൾഡ് വീഡിയോ ആക്കിക്കൊണ്ട് നിൽക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യം തന്നെ അതിലെ വീഡിയോ പറയുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആക്കുകയാണ്, തട്ടിയിട്ട് ആക്കുകയല്ലാതെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കസ്റ്റമർ പറയാനുള്ളത് ഇടിച്ചു മാറ്റിയത്. അതും പേടിക്കണ്ട, ന്യൂ ഷേപ്പിലേക്ക്. ഇത് എന്താ വീണ് മാറിയതാണ്. ആ സമയത്ത് വേറെ ക്ലെയിമും ഇല്ലാത്ത മാത്രമായിട്ട് മാറ്റിയിട്ടുള്ളൂ. ക്ലാസ് മാത്രം കമ്പനി ആ കമ്പനി മാറ്റിയിട്ടുള്ളൂ. 1.25 ഫുള്ള് കമ്പനി. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 2 സർവീസ് ഇവിടുന്ന് 2 മാറി. മോട്ടോ ഹബ്ബ് എന്ന വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ 2 സർവീസ്. ഇത് ഇവിടെയുള്ള കസ്റ്റമർ തന്നെയാണ്, നമ്മളെ തൊട്ട സുഹൃത്താണ് ഇതിന്റെ കസ്റ്റമർ. അറിയാം, വണ്ടി എന്തായാലും പേഴ്സണലി അറിയാം, നമ്മളറിയണ കസ്റ്റമർ. അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 15,90 ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ കൊടുക്കും. ഓക്കെ, 15,90 ചോദ്യമാണ്. 2017 G4 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ കൊടുക്കാം, എടുത്ത് കൊടുക്കാം. ഓക്കെ, തൽക്കാലം നമ്മളെന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനിയും കുറച്ച് കാർ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. ഇനി പുറത്തുനിന്ന് വരാനുണ്ട് അല്ലേ കുറച്ച്. ഇനിയിപ്പോൾ എർട്ടിക നമ്മൾ കാണിച്ചിട്ടില്ല. ടെസ്റ്റർ ഒരു വണ്ടി കൂടി, 2 വണ്ടി ടെസ്റ്റർ കാണിക്കാനുണ്ട്. അതുപോലെ ടെറാനുണ്ട്, നമുക്ക് സ്വിഫ്റ്റ് വരാനുണ്ട്. ഡീസൽ 2017 സ്വിഫ്റ്റ് ഉണ്ട് നമുക്ക്. മൊബൈലിൻ്റെ ഒരു വണ്ടി പുതിയ വരുന്നുണ്ട് നമുക്ക്. പിന്നെ എറ്റിയോസ് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും എല്ലാ വണ്ടികളും ഒരുപാട് വണ്ടി ക്രെറ്റ് വരാനുണ്ട്, അതൊക്കെ തൊട്ട് അങ്ങനെ ഒരുപാട് വണ്ടി അതൊക്കെ കയറാനുണ്ട്. ഇപ്പോൾ തൽക്കാലികമായിട്ട് നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതിൻ്റെ വണ്ടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നെക്സ്റ്റ് ടൈമിൽ നമുക്ക് അല്ലെങ്കിൽ വിളിക്കുന്ന കസ്റ്റമർക്ക് വേണ്ട വണ്ടിയിൽ അത് ചോദിച്ചിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. അങ്ങനത്തെ ഒരു ഷോറൂം തന്നെയാണ് വണ്ടൂർ കാസ്. വണ്ടൂരാണ് ലൊക്കേഷൻ. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വണ്ടൂർ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചോളൂ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, ബൈ.